ഹല്ലേലൂയ. ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. രാവിലെ ഉണരുമ്പോൾ തന്നെ വലിയൊരു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വചനമാണ് നാം ഒന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ തമ്പുരാൻ പറയുന്നൊരു വാഗ്ദാനമുണ്ട്. ഞാനിന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങൾ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ വേറെ ഒന്നുമല്ല, തമ്പുരാൻ്റെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ എന്നും ജീവിക്കണം. അപ്പോൾ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തെ ഇടപെടുകയും ചെയ്യും. വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കണം. സമൃദ്ധി കർത്താവ് തരും, സമ്പത്ത് തരും. അതിൽ മതിമറന്ന് ആനന്ദിക്കരുത്. അതിലപ്പുറമായിട്ടും അതൊന്നും എന്നെ ദൈവത്തിൽ നിന്നും അകറ്റരുത്. ഇതൊക്കെ വന്നു പോകും. പക്ഷേ കർത്താവിന് ചേർന്ന് നിന്നുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എസ്തേർ രാജ്ഞിയാണ്. എസ്തേർ രാജ്ഞിയെ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ രാജ്ഞിയായി എല്ലാത്തരം സൗഭാഗ്യങ്ങളും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാ സാധ്യതകളും ഒരു രാജ്ഞി എന്ന രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു തീർച്ചയായിട്ടും. എന്നാലും ആ രാജ്ഞിയുടെ വാക്ക് ഒത്തിരി നമ്മളെ ചിന്തിപ്പിക്കണം. ആ രാജ്ഞി പറയാണ്, ദൈവമേ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന നിമിഷം മുതൽ നീയല്ലാതെ വേറെ ഒരു സന്തോഷം എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമാണ് ആത്യന്തികമായ സന്തോഷം. മറ്റതെല്ലാം വന്നു പോകും. നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും സമ്പത്തും എല്ലാം വന്നു പോകും. പക്ഷേ ദൈവമാണ് എൻ്റെ എല്ലാമെന്നും ദൈവത്തിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കൂ എന്നും ദൈവമാണ് എനിക്കെല്ലാം തരുന്നു എന്ന ബോധ്യം ആ രാജ്ഞിക്കുണ്ടായിരുന്നു. ഇതേ ബോധ്യമാണ് പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നത്. ക്രിസ്തുവിനെ പ്രതി ഞാൻ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു എന്ന് പറയാൻ സാധിച്ചു. എന്തുകൊണ്ടാണ്? ക്രിസ്തുവാണ് ഏറ്റവും വിലയുള്ള വ്യക്തി, ക്രിസ്തുവാണ് ജീവിതത്തിൽ എല്ലാമെന്ന് തോന്നിയപ്പോഴാണ്, ആ ബോധ്യം വരുമ്പോഴാണ്. എങ്കിൽ ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാം വന്നു പോകും, കടന്നു പോകും, പക്ഷെ ദൈവം മാത്രമാണ് നമുക്ക് സമ്പത്ത്. അപ്പോൾ ദൈവം ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു അവസ്ഥയിൽ എസ്തേർ രാജ്ഞിയപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എങ്കിൽ പ്രിയമുള്ളവർ, ദൈവത്തിന് ദൈവിക ചിന്തയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുവാൻ, ദൈവത്തെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നിലും ദൈവത്തേക്കപ്പുറമായി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, അവൻ്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. ആ രാജ്ഞി പറഞ്ഞ പോലെ, നീ എന്നെ കൊണ്ടുവന്ന ആ നിമിഷം മുതൽ നിന്നിലല്ലാതെ മറ്റൊന്നിനും എനിക്ക് ആനന്ദമില്ല എന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ശക്തമായ കരത്തിൻ കീഴിൽ നിന്നിൽ ആനന്ദം കൊണ്ട് ജീവിക്കാൻ കർത്താവ് പ്രിയപ്പെട്ട എൻ്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.